Hello, ladies and gentlemen. Welcome back to our channel, our happy face. Yes, guys, ഇന്ന് നമ്മുടെ ഹാപ്പി ഫേസിൽ വൺ മോർ വാച്ച് ബോക്സ് റിവ്യൂ എന്ന് പറയാം. അതെ, നമ്മൾ ഒരു വാച്ച് ബോക്സും കൂടി മേടിച്ചു. വാച്ച് ബോക്സ് എന്നോ അതോ വാച്ച് ഓർഗനൈസറിനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ബോക്സ് എന്നോ എല്ലാം പറയാം. ഒരെണ്ണം കൂടി മേടിച്ചു. ലാസ്റ്റ് ടൈം നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ അതൊരു ഓട്ടോമാറ്റിക് വൈൻഡിങ് ടൈപ്പ് ബോക്സ് ആയിരുന്നു, അതായത് ഓട്ടോമാറ്റിക് വാച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നോർമൽ വാച്ചുകൾ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ബോക്സും കൂടി മേടിച്ചു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതായത് റോത്ത് വെൽ എന്ന് പറയുന്ന സെൻറ്റ് ഫ്രാൻസിസ്കോ, വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയാണ് വാച്ച് ബോക്സ് ക്രിയേറ്റേഴ്സിൽ. അതായത് ഇവർ മാർക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ജസ്റ്റിൻ എന്ന പേരുള്ള ഒരാളാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഹീ ഈസ് എ വാച്ച് ഡിസൈനർ. അപ്പോൾ ഒരു വാച്ച് ഡിസൈനർ ആകുമ്പോൾ അവർക്ക് അറിയാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഒരു വാച്ച് ബോക്സിൽ വേണ്ടതെന്നും എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് റോത്ത് വെൽ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് ഇത്ര ഫേമസ് ആയിട്ട് ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അത്രയുള്ള ഇതിനെക്കുറിച്ച് പറയാൻ, ബ്രാൻഡിനെ കുറിച്ച് പറയാം. പിന്നെ ഡീറ്റെയിൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്യണം. എന്തായാലും നമുക്ക് ഇനി ബോക്സ് തുറന്ന്, ഇതൊരു 12 പീസ് വാച്ച് ഹോൾഡർ ബോക്സാണ്. എന്തായാലും ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആദ്യം കാണുക ഇതെങ്ങനെയാണെന്നുള്ളത്. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ റോത്ത് വെൽ സെൻറ്റ് ഫ്രാൻസിസ്കോ ഒരു ബോക്സ്. ഇത് വന്നിട്ട് 2 ദിവസമായി. ബട്ട് ഞാൻ ഇപ്പോഴാണിത് ബോക്സ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ കാർഡ്ബോർഡ് ബോക്സ്. പക്ഷേ ഇത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയോളൂ, ഫുള്ള് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇനി ലേറ്റ് ആക്കുന്നത്, നമ്മളിത് തുറക്കുന്നു. ഇത് തുറക്കുമ്പോൾ വാവ്, ദിസ് ഈസ് നൈസ്. വാ, ഇവിടെ നോക്ക്, ഇവിടെ ഈ റോത്ത് വീലിൻ്റെ ഒരു ലോഗോ ഇവിടെ വരുന്നുണ്ട്. ദിസ് ഇസ് റിയലി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീമിയം ആണ്. അതൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ എല്ലാ പ്ലസ്സും ഇതിൽ കാണാനുണ്ട്. കണ്ടോ, ഒരു ലോഗോ വെച്ചിട്ട്, ഒരു സിൽവർ പെയിൻറ്റിങ്ങിൽ വെച്ചിട്ടൊരു ലോഗോ. ഇത് കഴിയുമ്പോൾ നോക്ക്, വാവ് മാൻ, ദാറ്റ്സ് നൈസ്. ഇതൊരു ലെതർ ഫിനിഷിൽ വരുന്നതാണ്, ഫുള്ളി ലെതർ ഫിനിഷ് വിത്ത് ഗ്ലാസ് അതിന് വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ഈ ബോക്സ് എടുക്കുക. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, പാക്കിംഗ് എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് എന്നുള്ളത്. ഇതെല്ലാം സൂപ്പർ. അതായത് ക്വാളിറ്റി പ്രൊഡക്റ്റ്. വാവ് മാൻ, കണ്ടോ, ഇവിടെ അവരവരുടെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെൽവെറ്റിൽ അവർ സിൽവർ കളറിൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. റോത്ത് വെൽ സെൻറ്റ് ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞിട്ട്. സെൻറ്റ് ഫ്രാൻസിസ്കോ ഇറ്റ്സ് എ US ബ്രാൻഡ്, US ഒറിജിനാണ്. അതിൻ്റേതായ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് മുഴുവൻ ലെതർ ഫിനിഷാണ്. ലെതർ ഫിനിഷ് ഫുള്ള് വന്നിട്ട്, ഇത് ഏത് ടൈപ്പ് ഓഫ് ലെതറാണെന്ന് അറിയില്ല, ബട്ട് ഇത് സ്റ്റാൻഡേർഡ് ലെതർ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് കണ്ട, ഇവിടെ എല്ലാം ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഹിഞ്ചസ് കാണാനുണ്ട്. കണ്ട, ഇവിടെ മെറ്റൽ ഹിഞ്ചസ് കാണാനുണ്ട്. ഇത് നമ്മൾ ഒരു വാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ടും, വാച്ച് ഡിസൈനറിൻ്റെ ബ്രാൻഡ് ആയതുകൊണ്ടും അത് അതിൻ്റേതായ ഒരു ക്വാളിറ്റി കാണിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാനും കാരണം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വാവ് മാൻ, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ ഈ ഒരു സ്ഥലം കണ്ടാൽ, ഇതിൻ്റെ ഹിഞ്ചസ് വരുന്ന ഒരു ഭാഗം ഫുള്ളി കവേർഡ് വിത്ത് ലെതർ മെറ്റീരിയൽ വെച്ചിട്ട് ഇത് ഫുള്ള് കവർ ചെയ്തേക്കുക. അതായത് നമുക്ക് ഒന്നും കാണില്ല, വിസിബിളായിട്ട് പുറത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒന്നും കാണാനില്ല. അതായത് ഹിഞ്ചസിൻ്റെ സ്റ്റീല് കാണാനില്ല. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഹിഞ്ചസ് കണ്ടോ, ഹിഞ്ചസ് ഉള്ളിലില്ല. നോർമൽ വാച്ച് ബോക്സുകൾ നമുക്ക് ഹിഞ്ച് വിസിബിൾ ആവും. അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, അതെന്തെങ്കിലും തട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളത്. കണ്ട, ഇത് ഭയങ്കര പ്രൊഫഷണലി സ്റ്റാൻഡേർഡായിട്ട് അവരത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ ഈസി ഹോൾഡാക്കി വെച്ചു. ഈ കാണുന്ന ഇത് വെച്ചിട്ട് തന്നെ ഈ ഡോറ് ഈസിലി അവിടെ ഹോൾഡാക്കി. നമുക്കിതിനെ കുറിച്ച് പേടിക്കാനില്ല. കണ്ടോ, അവിടെ സ്റ്റാൻഡായി. അതേപോലെ ഇനി ഇതന്നെ അടുത്തത് നമുക്ക് ഇവിടെ ഉള്ളതാണ്. ഇതിൻ്റെ ഒരു വാറൻറ്റി കാർഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വീണെടുക്കുകയായിരുന്നു. സോ ദാറ്റ്സ് നൈസ്. ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വാറൻറ്റി കാർഡ്, ഒരു പ്രീമിയം പ്രൊഡക്റ്റിൻ്റെ 1 ഇയർ വാറൻറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രീമിയം പ്രൊഡക്റ്റിൻ്റെ എല്ലാ ക്വാളിറ്റികളും എല്ലാ പ്ലസ്സും ഇതിന് കാണാനുണ്ട്. ഈവൺ അതിൽ വിസിബിളാണ്. വാവ് നൈസ്. ഒരു ക്യൂട്ട് കീ കണ്ടോ, അതൊരു ആൻറ്റിക് പീസ് പോലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളായിട്ടുള്ളൊരു ക്യൂട്ട് കീ.
വിത്ത് എ റെഡ് റിബൺ, അങ്ങനെയും പറയാം. അത് നമുക്കിത് പൂട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ വെച്ചു, പൂട്ടി. ദിസ് നൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിന് ലോക്കിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് അത്ര ലോക്കിൻ്റെ ഉപകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം ഫ്രണ്ടിൽ ഗ്ലാസ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു ഡിസ്പ്ലേ പീസ് ആകുമ്പോൾ നമുക്ക് കീ യൂസ് ചെയ്യാം. നമ്മൾ കീ ഇതേ സൈഡിലേക്ക് വെച്ചു. പിന്നെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻറ്റീരിയറിലും ഇൻക്ലൂഡിങ് വെൽവെറ്റ്, ആ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെറ്റീരിയൽ പ്ലസ് ലെതർ ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കണ്ട, എല്ലാ വാച്ചുകളും തമ്മിൽ പ്രോപ്പർ സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, പ്രോപ്പർ സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാച്ചുകൾ തമ്മിൽ ടച്ച് ആവുമെന്നോ അങ്ങനെ നമുക്ക് യാതൊരു ടെൻഷനും ആവാനില്ല. അതാണ് ആ ഒരു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതായത് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒരു വാച്ച് ഡിസൈനർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്ലസ് ആണത്. കാരണം ആൾക്കറിയാം എങ്ങനെയാണ് ഒരു വാച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വാച്ച് പ്രോപ്പർലി ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഉപകാരം കൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് ഹാൻഡ് ക്രാഫ്റ്റാണ്. എന്താ പറയുക, ഹാൻഡ് ക്രാഫ്റ്റ് എന്നോ ഹാൻഡ് ബിൽറ്റ് എന്നോ പറയാം. ഇത് ഒരാൾ ഇരുന്നിട്ട് ആൾ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. ഓരോ അത് ബേസിക്കലി മെഷീൻ കട്ടാണ് സാധനങ്ങൾ, ബട്ട് ഇത് സിംഗിൾ മാൻ ക്രാഫ്റ്റാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി കാണാനുണ്ട്. പിന്നെ കണ്ട, ഒരു സ്മെല്ലൊന്നുമില്ല. സാധാരണ നമ്മളൊരു ലെതർ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു റെക്സിൻ്റെ സ്മെല്ലുണ്ടാവും, പിന്നെ അതേപോലെ ഗ്ലൂവിൻ്റെ സ്മെല്ലുണ്ടാവും. അതൊന്നും ഈ ഒരു പ്രൊഡക്റ്റിൽ കാണാനില്ല. ഇതൊരു പ്രീമിയം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഐറ്റം എന്ന് തന്നെ പറയാം. എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയത് ഇതിൻ്റെ ആ ഹിഞ്ചസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രണ്ടിൽ ലെതർ ചെയ്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് കാണാനുള്ളത്. പിന്നെ ഈ സ്പേസിങ്, ഈച്ച് വാച്ചുകൾ തമ്മിൽ സ്പെസിഫിക് ഏരിയ കൊടുത്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ഗ്യാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇതിൻ്റെ മെയിൻ പ്ലസ്. ഇനി നമുക്കിതിൻ്റെ പില്ലോ ക്വാളിറ്റി നോക്കാം. എല്ലാ പില്ലോസും പ്രോപ്പർലി ടൈറ്റാണ്. ഈ ഒരു ടൈറ്റ് തന്നെ വേണ്ടോ, നമുക്ക് വാച്ച് എടുക്കാനായി പുൾ ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം ഒരിത് വേണം. നമുക്ക് ഇവനെടുത്ത് നോക്കാം. കണ്ടോ, ഒരു സ്റ്റാൻഡേർഡ് ഗ്രിപ്പിലിരിക്കുന്നുണ്ട് അവിടെ. കണ്ടോ, ക്വാളിറ്റി പ്രൊഡക്റ്റ് അതാണ് ഇതിൽ കാണാനുള്ളത്. നോക്ക്, നല്ല കുഷ്യനുണ്ട്. ഏതൊരു ടൈപ്പ് വാച്ചും ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഉറപ്പാണ്. ഇതിന് 3-4 കളേഴ്സ് ഉണ്ട്. ഞാൻ ബ്ലാക്കാണ് ഓപ്റ്റ് ചെയ്തത്, കാരണം അത് അതിൻ്റേതായ ഒരു ഫിനിഷിങ്ങിൽ എപ്പോഴും നിൽക്കും. കണ്ടോ, ഇത് പുള്ളപ്പ് ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ലിഫ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ വലിയ ടൈറ്റൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് ടൈറ്റ് തന്നെയുള്ളൂ. നല്ല ക്വാളിറ്റി കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളി സോഫ്റ്റ് കുഷ്യനല്ല. സാധാരണ നമുക്ക് പില്ലോ കിട്ടാറുണ്ട്. ഇത് പില്ലോ അല്ല, ഇവിടെ ഹാർഡ് മെറ്റീരിയലാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കുഷ്യൻ. സി, സോ ദാറ്റ്സ് ദി ഇൻറ്റീരിയർ വാട്ട് വി വിൽ എക്സ്പ്ലെയിൻ യു. പിന്നെ ഇതിൻ്റെ ലെതർ ഫിനിഷിനെ കുറിച്ച് പറയാം. പിന്നെ ഇവിടെ ഉള്ളത് നമുക്കൊരു ഇത് ഗ്ലാസ്സാണ്. അതിൻ്റെ ഫ്രണ്ടുള്ളത് ഡിസ്പ്ലേ യൂണിറ്റ്, ഡിസ്പ്ലേ ഫേസ് ഇതിന് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്കൊരു ബോക്സ് എവിടെയെങ്കിലും വെക്കുക, പിന്നെ അത് അവിടുന്ന് ഓപ്പൺ ആൻഡ് ക്ലോസ്. നമ്മൾ റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. റഫ് യൂസ് ചെയ്ത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ പോയി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റോത്ത്വെൽ സെൻറ്റ് ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വാച്ച് ബോക്സിനെ കുറിച്ചുള്ള റിവ്യൂ. ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വാച്ച് വൈൻഡർ വന്നപ്പോൾ നമ്മൾ ഇനി വാച്ച് കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. സോ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഇത് മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വൈൻഡർ വന്നപ്പോൾ ഓട്ടോമാറ്റിക് വാച്ചുകൾ അതിൽ കയറി, പിന്നെ കുറച്ച് വാച്ചുകളും കൂടി അതിൽ കൊണ്ടു. അത് കൂടാതെ കുറച്ച് കാസിയോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും, എല്ലാം നല്ല വാച്ചുകൾ തന്നെയാണ്, എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന വാച്ചുകളാണ്, അതിൽ കൊള്ളാതെ വന്നു. അപ്പോൾ ഞാൻ ട്രാവലിംഗ് പൗച്ചുണ്ട്, അതായത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ 6 വാച്ച് അല്ലെങ്കിൽ 6 വാച്ചസിൻ്റെയാണ് എൻ്റെ കയ്യിൽ ട്രാവലിംഗ് പൗച്ച് ഉള്ളത്. അതിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി പെർമനൻ്റ് ആയിട്ട് നല്ലൊരു വാച്ച് ബോക്സ് വേണം, ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് രണ്ടും അടുത്ത് വെച്ചാൽ ക്ലിയർ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റോത്ത്വെൽ സെൻറ്റ് ഫ്രാൻസിസ്കോയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതും ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. 4.7 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഇതിൽ കാണാനുണ്ട്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 330 ദിർഹം ഒക്കെ കാണാനുണ്ട്. 330 ആമസോണിൽ കാണാനുണ്ട്. ഞാൻ ആമസോൺ തന്നെ മേടിച്ചത്. എനിക്ക് എന്തോ ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് 300 സംതിങ്ങിന് കിട്ടി. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്, പ്രീമിയം പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതൊക്കെ പറയാം. ആൻഡ് വെൽ ഡിസൈൻഡ് ആൻഡ് ഓർഗനൈസ്ഡ്, സ്റ്റാൻഡേർഡ് ഡിസൈനിങ്ങും എല്ലാമായിട്ട് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു, എൻ്റെ ഒരു ഇതിൽ 5 ഔട്ട് ഓഫ് 5 തന്നെ ഞാൻ കൊടുക്കും. ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചത് കൊണ്ടല്ല കേട്ടോ, പക്ഷെ അത് മേടിച്ചത് കറക്റ്റാണ്. ബട്ട് സ്റ്റിൽ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ദ റിവ്യൂ റോത്ത്വെൽ സെൻറ്റ് ഫ്രാൻസിസ്കോ. ഇനി ഒന്നും പറയാനില്ല, അതൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.
സോ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം. ബൈ. ഒരു മിനിറ്റ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ദയവ് ചെയ്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.